അടുത്തിടെ ചൈനയും ജർമ്മനിയും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പുതിയ വാർത്തകൾ സൂചിപ്പിക്കുന്നത് ചൈനയും ജർമ്മനിയും തമ്മിലുള്ള ബന്ധം അതിൽ ചില ഉലച്ചിലുകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഒരു ചൈനീസ് കപ്പൽ ചെങ്കടലിൽ വെച്ച് ജർമ്മൻ നിരീക്ഷണ വിമാനത്തിന് നേരെ ലേസർ രശ്മി ഉപയോഗിച്ചു എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. ഈ ജർമ്മൻ വിമാനം ആക്രമണത്തിനൊന്നും പോയതല്ല. അത് ഓപ്പറേഷൻ ആസ്പിഡൈസ് എന്ന ഒരു യൂറോപ്യൻ യൂണിയൻ ദൗത്യത്തിന്റെ ഭാഗമായിരുന്നു. പ്രധാനമായും ചെങ്കടലിലൂടെ കടന്നുപോകുന്ന കപ്പലുകളെ സംരക്ഷിക്കുക എന്നുള്ള ദൗത്യമായിരുന്നു അവരുടേത്. ചരക്കു കപ്പലുകൾക്ക് സംരക്ഷണം നൽകുന്ന ഒരു സേവനം പോലെയാണ് ഇത്. ജർമ്മനിക്ക് ഈ ലേസർ രശ്മി പ്രയോഗിച്ച വിഷയത്തിൽ വലിയ അതൃപ്തിയുണ്ട്. അവർ അതിനെ വളരെ കാര്യമായിട്ട് എടുത്തിട്ടുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇത് ജർമ്മൻ ഉദ്യോഗസ്ഥരെ അപകടത്തിലാക്കുകയും അവരുടെ ദൗത്യം തടസ്സപ്പെടുത്തുകയും ചെയ്തു എന്നാണ് ജർമ്മനി പറയുന്നത്. വിമാനത്തിന് അതിന്റെ പാതി വഴിയിൽ പറക്കൽ നിർത്തി ഇറങ്ങേണ്ടി വരികയും ചെയ്തു. എന്തായാലും ഇത് ജർമ്മനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ജർമ്മനി ഉടൻ തന്നെ ബെർലിനിലെ ചൈനീസ് അംബാസഡറെ വിളിച്ചു വരുത്തി ഔദ്യോഗികമായി പ്രതിഷേധം അറിയിച്ചു. ചൈനീസ് യുദ്ധക്കപ്പൽ ഒരു കാരണവുമില്ലാതെയാണ് പ്രവർത്തിച്ചതെന്നും ആളുകളെ അപകടത്തിലേക്കാക്കാനോ ഉപകരണങ്ങൾക്ക് കേടുവരുത്താനോ സാധ്യതയുള്ള ഒരു ലേസർ ഉപയോഗിച്ചു എന്നും അവർ പറയുന്നുണ്ട്. ഇത് ജർമ്മനിയും ചൈനയും തമ്മിൽ നിലനിൽക്കുന്ന ഒരു സംഘർഷത്തിന്റെ തുടർച്ച എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 2024 ഏപ്രിൽ ചൈനയ്ക്ക് വേണ്ടി ചാരപ്പണി ചെയ്തു എന്ന് സംശയിക്കുന്ന ചിലരെ ജർമ്മനി അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ പ്രധാന ആരോപണം ഈ ആളുകൾ ഒരു പ്രത്യേകതരം ലേസർ വാങ്ങാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. യൂറോപ്യൻ യൂണിയന്റെ കർശന കയറ്റുമതി നിയന്ത്രണത്തിലുള്ള ഒരുതരം ലേസർ. കപ്പൽ എഞ്ചിനുകളിലെ ചില യന്ത്രഭാഗങ്ങളും നൂതന സാങ്കേതിക വിദ്യകളെക്കുറിച്ചുള്ള വിവരങ്ങളും ഇവർ ശേഖരിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ജർമ്മനിയുടെ അവകാശവാദം. ചൈനീസ് ചാരപ്രവൃത്തിയിൽ നിന്നുള്ള ഒരു വലിയ വിജയം ഇവരുടെ അറസ്റ്റിലൂടെ നേടാനായി എന്നൊക്കെയാണ് ജർമ്മനി ഇതിനെ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ ഇതോടുകൂടി ചൈനയും ജർമ്മനിയും തമ്മിലുള്ള ബന്ധത്തിൽ ഉലച്ചിലുകൾ ഉണ്ടായി. അതിന്റെ തുടർച്ചയാണ് ഇപ്പോഴുണ്ടായ ഈ ലേസർ പ്രയോഗം എന്നൊക്കെ പറയുന്നുണ്ട്. ഈ യൂറോപ്പിലെ ഏറ്റവും വലിയ ഒരു സാങ്കേതിക വിദ്യയുടെ ഒരു സെന്ററാണ് ഈ പറയുന്ന ജർമ്മനി എന്നുള്ളത്. പക്ഷേ നിലവിൽ ചൈനയുടെ സാങ്കേതിക ഉൽപ്പന്നങ്ങളും അതുപോലെ ചൈനയുടെ സാങ്കേതിക വിദ്യയും ലോകത്തെമ്പാടും കയറ്റി അയക്കുന്നത് പോലെ യൂറോപ്യൻ യൂണിയനിലേക്കും ജർമ്മനിയിലേക്കും കയറ്റിയേക്കുന്നുണ്ട്. ഇത് ജർമ്മനിയുടെ ഒരു സാധ്യതകൾക്കുള്ള ഒരു തിരിച്ചടി കൂടി ആയിട്ടാണ് ജർമ്മനി കാണുന്നത്. അപ്പോൾ ഇതുമൊക്കെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ചില കാരണങ്ങളൊക്കെ ആയേക്കാം. ചെങ്കടലിലെ ലേസർ സംഭവം ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് സമാനമായാണ് ജർമ്മനി കാണുന്നത്. ഇത് അന്താരാഷ്ട്ര കപ്പൽ ചാലുകളിലും അതേപോലെ എല്ലാവർക്കും അവകാശമുള്ള കടൽ അല്ലെങ്കിൽ സമുദ്ര ഭാഗങ്ങളിലും ചൈനീസ് സൈന്യത്തിന്റെ വർദ്ധിച്ചു വരുന്ന ആക്രമണോത്സുകതയെ എടുത്തു കാണിക്കുന്നുണ്ട് എന്നാണ് ജർമ്മനിയുടെ പക്ഷം.